ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു 3500 രൂപ 4000 രൂപയ്ക്ക് ചെയ്യുന്ന റൂട്ട് കനാൽ എബ്രോഡിൽ 10,000-60,000 രൂപ. 10,000-60,000 രൂപയായി. 15,000 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്യുന്ന ഡോക്ടർമാരെ എനിക്കറിയാം. 40,000 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്യുന്ന ഡോക്ടർമാരെ അറിയാം. ഇതെല്ലാം കേരളത്തിലാണ്, ഇന്ത്യക്ക് പുറത്തല്ല. ഡെന്റിസ്റ്റിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് പേഷ്യൻറ്റിന് അറിയില്ല. ക്വാളിറ്റി പ്രാക്ടീസ് എല്ലാവർക്കും ചിലപ്പം ദഹിച്ചെന്ന് വരില്ല, കാരണം അവർക്ക് അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് അറിയില്ല. ഇതിനകത്ത് എന്താ നടക്കുന്നത് അറിയത്തില്ല. അവർ നോക്കുമ്പോൾ 2 ലക്ഷം രൂപയ്ക്കും അലൈനർ ചെയ്യാം, 30,000 രൂപയ്ക്ക് അലൈനർ ചെയ്യാം. ഒരു കോമൺ മാൻ എപ്പോഴും എവിടെ പോകും? 30,000. ഡെന്റലി ഹെൽത്തി ആയിട്ടുള്ളൊരു പേഷ്യൻസ് എവറി 6 months ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക. ക്ലീനിങ് ചെയ്യാനല്ല പറയുന്നത്. അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ പറയുന്നത് എവറി 6 months നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്നാണ്. കുഞ്ഞുങ്ങളുടെ പല്ല് പ്രോപ്പർ പ്രായത്തിൽ എറപ്റ്റ് ചെയ്ത് വന്നില്ലെങ്കിലോ ഒരുപാട് വൈകിപ്പോയാലോ ഒരേ പ്രശ്നമാണ്, ക്രൂക്കറ്റ് ടൂത്ത് ആയി പോകും, പിന്നെ കമ്പി ഇടേണ്ട സിറ്റുവേഷൻ ആയി പോകും. പൊതുവേ ഒരു പരോക്ഷമായി അല്ലെങ്കിൽ പറയപ്പെടുന്നൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് ആർ വെരി കോസ്റ്റ്ലി എന്നുള്ളത്. അത് ഇവിടെ മാത്രമല്ല, അതെ, നാട്ടിലല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കാര്യമല്ല, ഇവിടെയും ഉണ്ടെങ്കിൽ പോലും. ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പുറത്ത് അബ്രോഡൊക്കെ ഉള്ള ആൾക്കാർ ദേ കം ടു ഇന്ത്യ. നാട്ടിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഈ പ്രൊസീജിയർ ചെയ്യാൻ, ബിക്കോസ് അവിടെ കോസ്റ്റ്ലി ആണെന്നുള്ളത്. ഇവിടെ നാട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ പോകണ്ടെന്ന് വിചാരിക്കുന്നത് ബിക്കോസ് ദേ തിങ്ക് ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. സോ ഇതിൻ്റെ ഈ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ക്വാളിറ്റി എന്നുള്ളത് എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണെങ്കിൽ പോലും, എല്ലാ പ്രാക്ടീസസിലും ആപ്ലിക്കബിൾ ആണെങ്കിൽ പോലും, വൈ ഡെന്റിസ്ട്രി? എന്തുകൊണ്ടാണ് ഇതിലിങ്ങനെ മുഴച്ചു നിൽക്കുന്നത്? ചെറിയൊരു എക്സാമ്പിൾ. എനിക്ക് പല്ലുവേദന വന്നു. ഐ എം നോട്ട് എ ഡെന്റിസ്റ്റ്. എനിക്കൊരു പല്ലുവേദന വന്നു. ഞാനൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് നിന്നു, ഡോക്ടർ പല്ലുവേദന. പുള്ളിക്കാരൻ എക്സ്റേ എടുത്ത ഉടനെ എക്സ്റേ എടുക്കുന്നതിന് 200 രൂപ. ഓക്കെ, രജിസ്റ്റർ ചെയ്തതിന് 100 രൂപ. ഏറ്റവും മിനിമം ഞാൻ പറയാം 100 രൂപ അല്ലെങ്കിൽ 200. അപ്പോൾ 200 400 രൂപ. എന്നിട്ട് പറഞ്ഞു, സാർ ഈ പല്ല് റൂട്ട് കനാൽ ഇത് ക്യാപ്പ് ചെയ്യണം. റൂട്ട് കനാൽ ചെയ്യുന്ന എത്ര രൂപയാണ്? സാറേ ഒരു 3,500 രൂപ 4,000 രൂപ റൂട്ട് കനാലിന് വരും. എല്ലാം ഇങ്ങനെ തന്നെയാണ് പറയുന്നത് വെച്ചാൽ, അതായത് ഫസ്റ്റ് ഡേയിൽ നോക്കുന്ന സമയത്ത് റൂട്ട് കനാൽ ചെയ്യുന്നതിന് എത്ര രൂപയാണ് സാറേ? ക്യാപ്പ് ചെയ്യുന്നതിന് അകത്ത് മെറ്റൽ വരുന്ന പുറമേ സെറാമിക് വരുന്ന ക്യാപ്പാണെങ്കിൽ 4,500 രൂപ. അപ്പോൾ ഏകദേശം 4 4 8 8,500 നേരത്തെ പറഞ്ഞ് 400 500 രൂപ. അപ്പോൾ ഏകദേശം ഒരു 10,000 രൂപയ്ക്കുള്ളിൽ ഒരു പല്ലുവേദന വന്നപ്പോൾ ആളുടെ ഇതിന് പോവുക. ഇതേ ആൾ പുറത്തൊരു രാജ്യത്ത് പോയി, അവിടെ ചെന്നിട്ട് ഇതേ പല്ലുവേദന വന്നു. അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്യുന്നതിന്, ഇനി ഞാൻ പറയുന്നത് മൊത്തം ഇന്ത്യൻ റുപ്പീസിലല്ല, ഒരു ഓസ്ട്രേലിയൻ ഡോളേഴ്സ് എന്ന് വിചാരിക്കുക. അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്യുന്നതിന് $40, എക്സ്റേ എടുക്കുന്നതിന് $40. റൂട്ട് കനാലാണ്. റൂട്ട് കനാൽ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരു പല്ലിനെയാണ് റൂട്ട് കനാൽ ചെയ്യുന്നത്. അവിടെ ഞാൻ കണ്ടതാണ് ബില്ല്, അതുകൊണ്ട് പറയുന്നതാണ്. റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ പല്ലിനകത്ത് എത്ര കനാൽസ് ഉണ്ടെന്ന് അവർ നോക്കും. സപ്പോസ് ഇതിൻ്റെ ഒരു 4 കനാലുണ്ട്. ആ പല്ലിൻ്റെ ഒരു കനാലും ആ പല്ലിൻ്റെ റൂട്ട് കനാലിൻ്റെ ബേസിക് ചാർജ് $350. ഓരോ അഡീഷണൽ കനാൽസിനും $180. അപ്പോൾ എത്ര രൂപയെന്നറിയോ? 4 കനാൽസ് ഏകദേശം ഒരു $200 എന്ന് മനസ്സിലാവും. ഏതാണ്ട് 600 പിന്നെ ഈ പറയുന്ന 300. അപ്പോൾ ഏകദേശം $900 റൂട്ട് കനാലിന് മാത്രമായി. ഈ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 9,657 രൂപ അടുപ്പിച്ച് റൂട്ട് കനാലിന് മാത്രമായി എന്ന് വിചാരിക്കൂ. ക്യാപ്പ് വരുന്ന സമയത്ത് എത്ര രൂപയായി? ഇതിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ് വരും. മനസ്സിലായി. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു 3,500 രൂപ 4,000 രൂപയ്ക്ക് ചെയ്യുന്ന റൂട്ട് കനാൽ എബ്രോഡിൽ 10,000-60,000 രൂപയായി. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അവിടെ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കുക. നമ്മുടെ നാട്ടിലെ അത്യാവശ്യം കോസ്റ്റൊക്കെ മേടിച്ച് റൂട്ട് കനാൽ ചെയ്യുന്ന ഡോക്ടർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഒരു 90% കേസസിലും അവിടെ യൂസ് ചെയ്യുന്ന അതേ മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. മെയ്ഡ് ഇൻ ജപ്പാൻ, ടോക്കിയോമ പോലത്തെ മെറ്റീരിയൽസ് ഉണ്ട്, 3M പോലത്തെ മെറ്റീരിയൽസ് ഉണ്ട്, ബയോസെറാമിക് സീലേഴ്സ് ഉണ്ട്, സെറാസീൽ ബി എന്നൊക്കെ പറയുന്നത് ബയോസെറാമിക് സീലർ. ഈ ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമ്മൾ എപ്പോഴും ബോഡിയായിട്ട് ഏറ്റവും അഡാപ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ബയോസെറാമിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യും. അവിടെ യൂസ് ചെയ്യുന്ന അതേ കമ്പനിയുടെ അതേ മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യും. സ്റ്റിൽ 3,500 രൂപ കൂടുതലാണെന്ന് പറയും. ഇന്ത്യയിൽ തന്നെയും അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദിക്കണത്. ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്സിനകത്ത് 2 രീതി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ക്വാളിറ്റി പ്രാക്ടീസും ചെയ്യാം, ക്വാണ്ടിറ്റി പ്രാക്ടീസും ചെയ്യാം. ക്വാണ്ടിറ്റി പ്രാക്ടീസിൽ ഒരു ക്ലിനിക്കിൽ ഒരു ദിവസം അവരുടെ OPയിൽ വന്നിരിക്കുന്ന പേഷ്യൻസിൻ്റെ എണ്ണം മേ ബി എബോവ് 30 ആയിരിക്കും. ഒരു പുതിയ പേഷ്യൻസ് തന്നെ അവിടെ ഡെയിലി 30 പേഷ്യൻസ് വെച്ച് വരും.
അവിടെ ഒരു റൂട്ട് കനാലിന് 1800 രൂപ വെച്ച് മേടിച്ച് കഴിഞ്ഞാലും അവിടുത്തെ ഡെന്റിസ്റ്റിന് ലാഭമാണ്. ഇതിൻ്റെ കാര്യം ഞാൻ പറയാം. വേറൊരു ക്ലിനിക്കിൽ നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ആ ക്ലിനിക്ക് പേഷ്യൻസ് ഉണ്ടാവില്ല. രാവിലെ 10 മണിക്ക് ഒരു പേഷ്യൻറ്റു, അത് കഴിഞ്ഞിട്ട് അവിടെ ആരുമില്ല. ഈ പേഷ്യൻ്റ് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പം 12 മണിക്ക് അടുത്ത പേഷ്യൻ്റ് വരുന്നു, അത് കഴിഞ്ഞിട്ട് പോകുന്നു. ഇവിടെ പക്ഷേ റൂട്ട് കനാലിന് ചിലപ്പോൾ 5000 രൂപയായിരിക്കും. ഓക്കെ, ഈ 1800 രൂപയ്ക്ക് ഒരാൾ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ നമ്മുടെ മൃണാളിനെ എടുത്തിട്ട് എല്ലാവരോടും തൂക്കിയതുപോലെ മിക്കവാറും എന്നെ എടുത്ത് തൂക്കും. 50 രൂപയ്ക്ക് ഷവർമ ഓർമ്മയുണ്ടാവുമല്ലോ. അതേപോലെ പുള്ളി 150 രൂപയുടെ ഷവർമ കഴിച്ച സമയത്ത് 50 രൂപയുടെ ഷവർമ കുറ്റം പറഞ്ഞ്, അതേപോലെ മിക്കവാറും എന്നെ എടുത്ത് തൂക്കും. 1800 രൂപയ്ക്ക് ഒരാൾ റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ആരെങ്കിലും എവിടെയെങ്കിലും ബിസിനസ് ചെയ്യുന്നവർ ലാഭമില്ലാതെ, നഷ്ടത്തിൻ്റെ കാര്യം വിടും, ലാഭമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമോ? അപ്പോൾ 1800 രൂപയ്ക്ക് ഒരാൾ റൂട്ട് കനാൽ ചെയ്ത് കൊടുക്കും. പോട്ടെ, 2000 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരിക്കും നിങ്ങളതിൽ ആലോചിക്കുക. അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എങ്ങനത്തെ ഉള്ളതായിരിക്കും എന്ന് വിചാരിക്കുക. വേറൊരു സ്ഥലത്ത് 5000 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിനകത്ത് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് ആലോചിക്കുക. ഇതിനകത്ത് ഈ 2 പറഞ്ഞ സ്ഥലത്തും ഡെൻറ്റിസ്റ്റ് നഷ്ടം സഹിക്കുന്നില്ല, ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ 2000 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്യുന്ന ആളുടെ മെറ്റീരിയൽ കോസ്റ്റ് എറൗണ്ട് ഒരു 1000-1200 രൂപയ്ക്കുള്ളിലായിരിക്കും. 5000 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്യുന്നുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. അതെ, ഈ 5000 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്യുന്ന ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമിലാവാം, മെറ്റീരിയൽസിലാവാം, കറക്റ്റ്. എറൗണ്ട് ഒരു 2000-2500 രൂപ കൂടുതലായിരിക്കാം. അവരെടുക്കുന്ന സമയം, ഇപ്പോൾ റബ്ബർ ഡാം പോലെ തന്നെ എത്ര പേഷ്യൻസിന് റബ്ബർ ഡാം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് അറിയാം? അല്ലെങ്കിൽ ഒരു ഈ വീഡിയോ കാണുന്ന മിക്കവാറും പേരും ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, ഒരു ഫില്ലിങ്ങോ അല്ലെങ്കിൽ റൂട്ട് കനാലൊക്കെ ചെയ്ത്. ഇതിൽ എത്ര പേര് നിങ്ങളുടെ വായിൽ റബ്ബർ ഡാം ഒരു ഷീറ്റ് ഇട്ട് ഐസൊലേറ്റ് ചെയ്ത് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട്? എത്ര പേര് ഒരു റൂട്ട് കനാലിന് വേണ്ടി സിംഗിൾ സിറ്റിങ്ങിൽ ഇരുന്നിട്ടുണ്ട്, മൾട്ടിപ്പിൾ സിറ്റിങ്ങിൽ ഇരുന്നിട്ടുണ്ട്? ആ ഡോക്ടറിൻ്റെ മുഖത്ത് ഒരു ലൂപ്പെന്ന് പോലത്തുള്ള ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് പോലത്തെ വലിയൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ അടിയിലോ കിടത്തി നിങ്ങൾ റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഇതിനെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? റൂട്ട് കനാൽ 15000 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്യുന്ന ഡോക്ടർമാരെ എനിക്കറിയാം, 40000 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്യുന്ന ഡോക്ടർമാരെ അറിയാം. ഇതെല്ലാം കേരളത്തിലാണ്, ഇന്ത്യക്ക് പുറത്തല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരതിനകത്ത് അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. അവർ ആ മേടിച്ച് വെച്ചേക്കുന്ന ആ ഒരു മൈക്രോസ്കോപ്പിന് തന്നെ ഏകദേശം 20 lakhs അടുപ്പിച്ച് വരും. അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ലൂപ്പിന് ഏകദേശം 4 lakhs അടുപ്പിച്ചിട്ട് വരും. അവർ യൂസ് ചെയ്യുന്ന ബയോസെറാമിക് സീൽഡർ മേ ബി ഒരു 3-4 പേഷ്യൻറ്റ് മാത്രമേ ആ ഒരു ട്യൂബിനകത്തുനിന്ന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് ഏതാണ്ട് 7000 രൂപ അടുപ്പിച്ചിട്ട് വരും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ. വാട്ട് ഐ ഫീൽ, ആ. നമ്മളിപ്പോൾ ഒരു ഹാർട്ടിൻ്റെ സർജറിയോ ഉം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡെലിവറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ പ്രോസസ്സുകൾ വരുമ്പോൾ, കീ ഹോൾ സർജറീസ് ഒക്കെ വരുമ്പോൾ, ദർ ഇസ് വൺ ബിഗ് ഹോസ്പിറ്റൽ ഉം. ആൻഡ് ദർ ആർ കപ്പിൾ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ഫൗണ്ടേഴ്സ് ഉം. ആൻഡ് ഗുഡ് ഡോക്ടേഴ്സ് വർക്ക് ഇൻസൈഡ് ദാറ്റ് ഉം. ഹോസ്പിറ്റൽ അല്ലേ? പക്ഷെ ഡെൻറ്റിസ്ട്രിയിലേക്ക് വരുമ്പോൾ വാട്ട് ഐവ് നോട്ടിസ്ഡ്, വാട്ട് വി നോ ഇസ് ദാറ്റ് ഒരു വൺ ബിഗ് ഹോസ്പിറ്റൽ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. It's not necessary that the clinic should be large or well That is there, established. that is there. അങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്കിപ്പം നോക്കൂ, നോർമൽ ഹെൽത്ത് കൺസേൺസ് അഡ്രസ്സ് ചെയ്യാൻ പോകുമ്പോൾ വി ഹാവ് പ്ലെൻറ്റി ഓഫ് ഹോസ്പിറ്റൽസ്, ഉം. ബിഗ് ആൻഡ് സ്മോൾ ഉം. അല്ലേ? റീജിയണലി നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഫാമിലി ഡോക്ടേഴ്സ് പോലുള്ള കോൺസെപ്റ്റ്സും ഉണ്ട്, Okay. വലിയ ജയൻറ്റ് പ്ലെയേഴ്സും ഉണ്ട്, ഉം. നേരത്തെ പറഞ്ഞ പോലുള്ളത്. ബട്ട് ഡെൻറ്റിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഐ തിങ്ക് ദിസ് ഇസ് ദ റീസൺ വൈ പീപ്പിൾ തിങ്ക് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഡെൻറ്റിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഈ ഹൈ എൻഡ് ആയിട്ടുള്ള മെഷീൻസിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യണ ഇതിൻ്റെ ഡോക്ടേഴ്സോ ഫൗണ്ടേഴ്സോ തന്നെയാണ്. Yeah. ദർ ഇസ് നോ സിസ്റ്റം ഓഫ്, ഇതൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുന്നില്ല ഉം. ഡെൻറ്റിസ്ട്രി ഒരിക്കലും, ലൈക്ക് ദ നോർമൽ ഹോസ്പിറ്റൽ സിനാരിയോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻസും വളരെ സർവീസിലും മറ്റു കാര്യങ്ങളിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഇതിനകത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഉം. അതിൻ്റെതായ കോസ്റ്റും ഉണ്ടാവും. എൻ്റെ ഫീൽഡിനെ കുറിച്ച് എനിക്ക് കുറേ നാളായിട്ട് പറയാനുള്ളൊരു കാര്യം, 2 വീഡിയോ കുറിച്ച്. ഒന്ന്, ഞാൻ റീസെൻ്റ്ലി ഒരു കുഞ്ഞിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടപ്പോൾ അതിനകത്ത് ഒരു ഡെൻറ്റിസ്റ്റ്, തമിഴ്നാട്ടിൽ എവിടെയാണെന്ന് തോന്നുന്നു, ഒരു മലയാളി ഡെൻറ്റിസ്റ്റ്. ഒരു 1 million വ്യൂസ് ഒരു വീഡിയോ അല്ലേ? അതിനകത്തൊരു കമൻറ്റിൽ ഒരു ഡെൻറ്റിസ്റ്റ് ചോദിച്ച പേര് ഞാൻ വിട്ടുപോയി, ഡോക്ടറെ കേരളത്തിൽ അല്ലെ നമ്മുടെ ഇന്ത്യയിൽ ഡെൻറ്റിസ്ട്രി സാച്ചുറേറ്റഡ് ആയില്ലേ, പുറത്തെ രാജ്യത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നൊരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ ടൈം കിട്ടാറില്ല, അതുകൊണ്ട് അതിന് മറുപടി. പക്ഷേ അത് എപ്പോഴും പറയുന്ന ആഗ്രഹമുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ റീസെൻ്റ്ലി യൂട്യൂബിൽ ഒരു ഡു യു തിങ്ക് പേഴ്സണലി സാച്ചുറേറ്റഡ് ആയി എന്നുള്ളത് തോന്നുന്നുണ്ടോ? ഡെൻറ്റിസ്റ്റ് സാച്ചുറേറ്റഡ് ആയി.
നല്ല ഡെൻറ്റിസ്റ്റുകളെ കൊണ്ട് ഇപ്പോഴും സാച്ചുറേറ്റഡ് ആയിട്ടില്ല. ആക്ച്വലി ഇനഫ് ഡെൻറ്റിസ്റ്റുകളില്ല നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന, നല്ല ക്വാളിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഇനഫ് ഡെൻറ്റിസ്റ്റുകൾ ഇപ്പോഴും ഇല്ല. ദെയർ ആർ ലോട്ട് ഓഫ് ഡെൻറ്റിസ്റ്റ് ബട്ട് നോട്ട് ഇനഫ് യാ ഗുഡ്. വിത്ത് ക്വാളിറ്റി പ്രാക്ടീസ് ഉള്ള ഡെൻറ്റിസ്റ്റുകൾ വളരെ ചുരുക്കം. അവരെ നാട്ടുകാർക്ക് അറിയത്തേയില്ല. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ക്രൈസിസ്? ഞാൻ പറഞ്ഞേ, ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഒരു കാര്യം കൂടെ, ഒരു വീഡിയോ റീസെൻ്റ്ലി കണ്ട ഒരു ഡോക്ടർ, പുള്ളിക്കാരൻ സെബി ഡോക്ടറാണെന്ന് തോന്നുന്നു, ഒരു ഡോക്ടറിൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ്. പുള്ളിക്കാരൻ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്ത് ഇത്ര രൂപ വരും, അത് നമ്മളുടെ ബോണിനകത്ത് വരെ ഇൻഫെക്ഷൻ വരുന്ന ഒരു ഇൻഫെക്ഷൻ മാറ്റും, അപ്പോൾ അതിന് ഇത്രയും ട്രീറ്റ്മെൻറ്റ് കോസ്റ്റൊക്കെ വരുമ്പോൾ അതിനകത്ത് താഴെ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഒരു ഡെൻറ്റിസ്റ്റ് ഉണ്ട്, 1000 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്യും, എൻ്റെ പല്ല് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. മേ ബി അദ്ദേഹം ചെയ്ത വളരെ നല്ലൊരു വർക്കായിരിക്കും, പുള്ളി ഇപ്പോഴും അതിനൊരു സേവനമായിട്ട് കാണുന്നുണ്ടാവാം. പുള്ളിക്ക് ചിലപ്പോൾ അത്രയ്ക്കും പൈസ കുറഞ്ഞ് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു ഫാക്ടർ, നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആയി നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആ പെയിൻ വന്നത് എത്രയോ കാലം കഴിഞ്ഞിട്ടായിരിക്കും. അതിൻ്റെ അർത്ഥം അത്രയും കാലം പല്ല് ഹെൽത്തി ആയിരുന്നു എന്നാണോ? നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്കൊരു 5 വർഷം 10 വർഷം ത്തോളം പെയിൻ വരുന്നില്ല, പക്ഷേ 15 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് മൊത്തം പഴുപ്പായിട്ട് വരും. അതിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് ഹെൽത്തി ആണെന്നാണോ? ഡെൻറ്റിസ്റ്റിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് ചെയ്തതെന്ന് പേഷ്യൻറ്റിന് അറിയില്ല. നിങ്ങളുടെ ഏറ്റവും ഡിവൈനായിട്ടൊരു പാർട്ട്, നിങ്ങൾ കഴിക്കാനും കിസ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അവയവം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു ഡെൻറ്റിസ്റ്റിന് മുമ്പ് നിങ്ങൾ വായ തുറന്ന് കൊടുത്തിട്ട് നിങ്ങൾ ആ ഡെൻറ്റിസ്റ്റിനെ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അങ്ങനെ തന്നെ വേണം, വേണ്ടെന്നല്ല. അപ്പോൾ ഈ സമയത്ത് എന്താണ് ഡോക്ടർ ഇതിൽ ചെയ്യുന്നത്? ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തത്, ഇത് എന്ത് പ്രൊസീജിയറാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കൊരു 1% നോളജ് ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് എന്ത് ഫെയിലിയർ വരാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് മേ ബി ആ ഡെൻറ്റിസ്റ്റിന് അറിയായിരിക്കാം, ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ എക്സ്പീരിയൻസ്. അപ്പം എന്തുകൊണ്ട് ഈ റേറ്റിൽ വ്യത്യാസം വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റി കൂടുന്തോറും മെറ്റീരിയൽ കോസ്റ്റ് കൂടും. അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ എന്തൊരു സാധനമാണെങ്കിലും നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ, ഒരു 2 ലക്ഷം രൂപയുടെ സാധനം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസിൽ കൂടെ തന്നെ ഇത് തിരിച്ചു വെച്ചാൽ നമുക്ക് അവിടെ തന്നെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ക്ലിനിക്കിൽ ഒരു ഓർത്തഡോണ്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇൻവിസലൈൻ പ്രൊവൈഡർ ആവാനുള്ള കോഴ്സ് ചെയ്തിട്ട് തിരിച്ചു വന്നു. ഇൻവിസലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് നിരയാക്കാനുള്ള ക്ലിയർ റീറ്റെയിനർ ഇടുന്ന ക്ലിയർ അലൈനർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് കമ്പനിയാണ്. അതിൻ്റെ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കാനറിന് മാത്രം, ഐറ്ററോ എന്ന് പറയുന്ന ഒരു സ്കാനറിന് തന്നെ ഒരു 10 ലക്ഷം രൂപ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ 3 ലക്ഷം രൂപയ്ക്കും 4 ലക്ഷം രൂപയ്ക്ക് സ്കാനേഴ്സ് ആ സമയത്ത് അവൈലബിൾ ആയിരുന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ 3Mൻ്റെ ഐട്രോയുടെ സ്കാനർ തന്നെ ലോൺ ഇട്ട് വാങ്ങി. പുള്ളിക്ക് 6 മാസത്തിൽ കിട്ടിയ ഒരേ ഒരു കേസാണ്. പുള്ളിക്ക് അവസാനം നല്ല ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് ആ പാവം പുള്ളിക്ക് ഒരു ക്ലിനിക്കാണ്, ആ ക്ലിനിക്കും ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ പുറത്ത് പോയി. എന്തുകൊണ്ട് പുള്ളി പുറത്ത് പോകേണ്ടി വന്നു? ഈവൻ ദോ ആ സമയത്ത് അവിടെ ഇൻവിസലൈൻ പ്രൊവൈഡറായിട്ട് ഒരൊറ്റ ഡെൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ഓർത്തഡോണ്ടിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്ക് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? പുള്ളി ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് ഇത്രയും സാധനം മേടിച്ച് ഇത്രയും നല്ല കോഴ്സും ചെയ്ത് നാട്ടിൽ വന്ന് പേഷ്യൻ്റെ അടുത്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് റേറ്റ് പറയുമ്പോൾ, ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ആകുമ്പോൾ അത്രയും റേറ്റ് വരില്ലേ? പുള്ളിക്കാരൻ്റെ അണ്ടറിൽ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആർക്കാർക്ക് റേറ്റ്, അവരെപ്പോഴും ചോദിക്കും ഇതിൽ കുറഞ്ഞതില്ല. അത് ഈ കുറഞ്ഞതുണ്ട്, പക്ഷെ അതിൻ്റെ ക്വാളിറ്റി അത്രത്തോളം കുറഞ്ഞതാണ്. പുള്ളി അവസാനം എന്ത് ചെയ്യുന്ന ഒരു 1 ഇയർ ഇവിടെ നാട്ടിൽ സർവൈവ് ചെയ്യാൻ നോക്കി, നടന്നില്ല. പുള്ളി ഇപ്പം ദുബായിലോ മസ്കറ്റിലോ എന്തോ ആണ്, വളരെ നന്നായിട്ട് പുള്ളി അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ക്ലിനിക്കിൽ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കറിയാം, പുള്ളി ടെക്സ്റ്റ് ബുക്ക് പ്രാക്ടീസ് ആയിരുന്നു. അതായത് കമ്പി ഇടുന്ന സമയത്ത്, ഇപ്പം ആർക്ക് വേണമെങ്കിലും കമ്പി ഇടുന്നതിനെക്കുറിച്ച് ധൈര്യമായിട്ടാ എന്നെ വായി കമ്പി ഇടുന്നുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ വായി കമ്പി. പക്ഷേ ഇത് എത്ര നന്നായിട്ടാണ് ഇട്ടേക്കുന്നത്, ഇതിനകത്ത് എന്താ നടക്കുന്നത് നിങ്ങൾക്ക് ആർക്കും, നിങ്ങൾ എല്ലാ മാസം പോകുന്നു കമ്പി ടൈറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പുറകിലൊരു വലിയ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഒരാളുടെ ലൈഫുമായിട്ടാണ് നമ്മൾ കമ്പി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ഓർത്തഡോണ്ടിസ്റ്റാണ്, അഖിൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എൻ്റെ പേരും അഖിൽ തന്നെയാണ്. പുള്ളിയുടെ പ്രാക്ടീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ആളെ ഇപ്പം എൻ്റെ നാട്ടിലില്ല, എൻ്റെ ക്ലിനിക്കിലില്ല. എനിക്കത് ഭയങ്കര വിഷമമാണ്. പുള്ളിക്കാരൻ നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, പുള്ളി ദ ബെസ്റ്റ് ആവാൻ നോക്കി, പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർക്കത് ആവശ്യമില്ല. ആൾക്കതുകൊണ്ട് ഇവിടുന്ന് പോകേണ്ടി വന്നു. എന്നാൽ അതേ സമയത്ത് 3 ലക്ഷം രൂപയ്ക്കും 4 ലക്ഷം രൂപയ്ക്കും സ്കാനർ മേടിച്ചിട്ട് പുള്ളി 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന അലൈനറിന് പകരം 30,000 രൂപയ്ക്ക് 40,000 രൂപയ്ക്ക് അലൈനർ ചെയ്യുന്നുണ്ട്. പേഷ്യൻസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പം ക്വാളിറ്റി പ്രാക്ടീസ് എല്ലാവർക്കും ചിലപ്പം ദഹിച്ചെന്ന് വരില്ല, കാരണം അവർക്ക് അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് അറിയില്ല, ഇതിനകത്ത് എന്താ നടക്കുന്നത് അറിയത്തില്ല. അവർ നോക്കുമ്പോൾ 2 ലക്ഷം രൂപയ്ക്കും അലൈനർ ചെയ്യാം, 30,000 രൂപയ്ക്ക് അലൈനർ ചെയ്യാം. ഒരു കോമൺ മാൻ എപ്പോഴും എവിടെ പോകും? 30,000. എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ മുമ്പിലുള്ള ഇൻവിസലൈൻ എന്താണെന്ന് മിക്കവാറും പേർക്കും അറിയില്ല.
ഞാൻ ഇൻവിസൈലിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇതേപോലെ തന്നെ റൂട്ട് കനാലിൻ്റെ റേറ്റിലും നിങ്ങൾക്ക് 1800 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റും, 5000 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റും, 10000 രൂപയ്ക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് റേറ്റിൽ വ്യത്യാസം വരുന്ന എപ്പോഴും മെറ്റീരിയൽ ക്വാളിറ്റിയിൽ മാത്രമല്ലാന്നേ. നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഡെൻറ്റിസ്റ്റ് എന്തൊക്കെ കോഴ്സ് ഇതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, പുള്ളി എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിന് ചെയ്തിട്ടുണ്ട്, പുള്ളിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതെല്ലാം അത് ഇൻവോൾവാണ്. നമ്മളുടെ ഡെൻറ്റിസ്ട്രിയിൽ കംപ്ലീറ്റ്ലി സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷനാണ്. ആ സ്കില്ലിനും പേയ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ എത്ര ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, ആ ടൈമിനും. ഇപ്പം എവിടെയോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് കളിക്കേണ്ടോ, അല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെ ഒരു ഭക്ഷണം കഴിക്കേണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് അദ്ദേഹം ഒരു ജോലി ചെയ്യുക. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയാണെങ്കിൽ പുള്ളിക്കാരന് ഫിക്സ്ഡ് ആയിട്ട് സാലറി കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇടയ്ക്ക് ട്രിവാൻഡ്രത്തൊരു ഹോസ്പിറ്റലൊരു ഇഷ്യൂ, നമ്മുടെ മെഡിക്കൽ കോളേജിലൊരു ഇഷ്യൂ നടന്നായിരുന്നു. ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറിനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് എക്യുപ്മെൻറ്റ്സിൻ്റെ പേരിലൊക്കെ. പുള്ളി ബേസിക്കലി നല്ലൊരു മനുഷ്യരായിരുന്നു. പക്ഷേ ആ നല്ല മനുഷ്യനെ എല്ലാവർക്കും വേണ്ട തോന്നുന്നു. എന്തുകൊണ്ടാണ്? സോ ക്വാളിറ്റി ട്രീറ്റ്മെന്റ്സ് ആർ ബീയിങ് കോംപ്രമൈസ്ഡ് ബിക്കോസ് ഓഫ് ആൾക്കാരുടെ ചോയ്സുകൾ വളരെ യെസ് ആൾക്കാർക്ക് എന്തിനാണ് ഇപ്പം ഇപ്പം എൻ്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ട് എന്നോട് വൈ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി ടു എക്സ്പ്ലെയിൻ. അതായത് ഡോക്ടറെ, അപ്പുറത്തെ ക്ലിനിക്ക് 2000 രൂപയുള്ള റൂട്ട് കനാലിന്, ഡോക്ടറിൻ്റെ ക്ലിനിക്ക് 4000 രൂപ. എന്തുകൊണ്ടാണ് റൂട്ട് കനാലിന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്ലിനിക്കിൽ എന്തുകൊണ്ടാണ് 4000 രൂപയെന്ന് എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് അവർ അപ്പുറത്ത് 2000 രൂപ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അതെനിക്കറിയില്ല. എനിക്കൊരു സംശയമുള്ളത്, ഇപ്പോൾ കേരളത്തിൽ എൻ്റെ അറിവിലില്ല, ഇന്ത്യയിൽ വേറെ ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ SUT, കിംസ്, പിന്നെ GG ഹോസ്പിറ്റൽ, അങ്ങനെ കുറച്ച് ബിഗ് കോസ്മോ ഹോസ്പിറ്റലുണ്ട്, കുറച്ച് ബിഗ് ജയൻറ്റ് പ്ലെയേഴ്സ് ഉണ്ട്. ഇതുപോലെ കേരളത്തിൽ തന്നെ ഒരു ഡെൻറ്റിസ്ട്രിക്ക് വേണ്ടി മാത്രം ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള എൻഡ് ടു എൻഡ് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ? ഉണ്ട്, ഞാൻ പേര് പറയില്ല. ഒരുപാട് സ്ഥലങ്ങളാണ്. ഈ ഡെൻറ്റിസ്ട്രിയിൽ നിങ്ങൾക്ക് മാജിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്, ഡെൻറ്റിസ്ട്രിക്ക് വേണ്ടി മാത്രമുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള ഇൻ പേഷ്യൻസിനെ വെക്കാൻ പറ്റുന്ന, ആവശ്യമില്ല, ഇത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടോ അറ്റ് എ ടൈം? ഒരു 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 50-60 ഡോക്ടേഴ്സൊക്കെ ഒരു ദിവസം വർക്ക് ചെയ്യുന്ന, എറൗണ്ട് ഒരു 15 പേഷ്യനെ ഒരേ സമയം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ല എറൗണ്ട് ഒരു, അതല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ കിംസ് എന്നൊക്കെ പറയുമ്പോൾ എത്ര ഡോക്ടേഴ്സാണ്? 500 ഡോക്ടേഴ്സൊക്കെ മിനിമം ഉണ്ടാവില്ലേ? ആ തലത്തിലേക്ക് ഒരു സ്പേസ് നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇട്ട് ഇങ്ങനൊരു ക്ലിനിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ആരും അവിടെ പോവില്ലെന്നേ. പക്ഷെ അപ്പോൾ അവിടെ കോസ്റ്റ് കുറയല്ലേ ഉണ്ടാവുക? അല്ല, ഒരിക്കലും അല്ല. ഡോക്ടേഴ്സും ഫൗണ്ടേഴ്സും തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴല്ലേ ഈ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കണത് പേഷ്യൻസിന്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഡെന്റിസ്ട്രിയിൽ ഇൻഷുറൻസ് ഇല്ലാത്തേ? എന്തുകൊണ്ടാണ് പുറം രാജ്യങ്ങളിൽ മാത്രം ഇൻഷുറൻസ് ഉള്ളത്? ഡെന്റിസ്ട്രിയിൽ ഇൻഷുറൻസ് കൊണ്ടുവന്ന ഇൻഷുറൻസ് കമ്പനികൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും, കാരണം എല്ലാ ട്രീറ്റ്മെന്റും ഭയങ്കര കോസ്റ്റാണ്. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് എപ്പോൾ വേണമെങ്കിലും ഇന്ന റൂട്ട് കനാൽ ഇത് ഇത്ര രൂപയാണ്, അത് ഡെന്റിസ്ട്രിയിൽ ഇത് വരുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് പ്രശ്നമാണ്. കാരണം കുറേ പേര് സർജറീസ്, ഒരു മെയിൻ സർജറി വന്നു, അവർ ചിലപ്പം ഗവൺമെൻറ് കോളേജിൽ പോവാം, അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാതെ ഇരിക്കാം. പല്ലുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യും. So I think everyone should insure themselves with the right education. അതെ, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പല്ലുവേദന വരാതിരിക്കട്ടെ, പല്ലിന് റൂട്ട് കനാൽ ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ, ഇംപ്ലാന്റ് ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ. എന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കറക്റ്റ് അവയർനെസ് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുക, കറക്റ്റ് സ്ഥലങ്ങളിൽ പോവുക, കറക്റ്റ് ട്രീറ്റ്മെന്റ്സ് എടുക്കുക, പ്രോപ്പർ ഫുഡ് കഴിക്കുക, പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. How frequent should the person take a dental checkup routine? അതർവൈസ് ഡെന്റലി ഹെൽത്തി ആയിട്ടുള്ളൊരു പേഷ്യൻസ് എവറി 6 months ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക. ക്ലീനിങ് ചെയ്യാനല്ല പറയുന്നത്. അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ പറയുന്നത് എവറി 6 months നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്ന്. അതിൻ്റെ കാര്യം അവിടെ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോ തവണ അവിടെ ചെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ആ സമയത്ത് അവർ ഡെന്റൽ ചെക്കപ്പ് ചെയ്യും, എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അടയ്ക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലീനിങ് ചെയ്യാൻ നിർബന്ധിക്കത്തില്ല, പക്ഷേ എവറി 6 months നിങ്ങൾ ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക. അത് പറഞ്ഞപ്പോഴാണ്, ഇപ്പം ഒരു പേഷ്യൻ്റ്, ലൈക്ക് വി വർ ടോക്കിംഗ് അബൌട്ട് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്, ഒരു പേഷ്യൻറ്റിന് ഒരു ഡോക്ടറിനെയോ അതല്ലെങ്കിൽ ഒരു ക്ലിനിക്കിനെയോ ഒരു കാരണവശാലും, ബിക്കോസ് വി ആർ ഓൾ നോട്ട് മെഡിക്കലി ലിറ്ററേറ്റ്,
എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും? ഇപ്പം ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ക്ലീനിങ്ങിന് പോകുമ്പോൾ ഇതാണോ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു റബ്ബർ പാഡ് വെക്കുന്നുണ്ടോ? ഈ പറയുന്ന റൂട്ട് കനാൽ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ക്ലിനിക് അത് റൈറ്റ് ചോയ്സ് ആണോ എന്ന് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളും കൂടെ ഒന്ന് റൈറ്റ് പറയാം. ചോയ്സ് ആണോ എന്ന് ചോദിക്കാൻ പറഞ്ഞതിൽ ഇപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് പോസിബിൾ ഓർ നോട്ട്. പക്ഷേ എൻ്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് മേക്ക് ഷുവർ ചെയ്തത് അങ്ങനെയാണ്. ഒരു ദിവസം രാത്രി പുള്ളി 7:30 ആയപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ വന്നു. ഐ തിങ്ക് ഹി വെയിറ്റഡ് ദയർ ഫോർ 30 മിനിറ്റ്സ്. ഹി വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ്. അവിടെ നിന്ന് 8 മണിക്ക് എൻ്റെ പേഷ്യൻ്റ് എല്ലാം കഴിയുമ്പോൾ പുള്ളി വന്നു പറഞ്ഞു, സർ ഞാൻ 10 ക്ലിനിക്കിൽ കയറിയിട്ടാണ് വരുന്നത്. എനിക്ക് ഹൈജീനായിട്ടുള്ള ക്ലിനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എനിക്ക് ഹൈ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എനിക്ക് പൈസ ഒരു പ്രശ്നമല്ല, സാറ് പറയുന്ന പൈസയ്ക്ക് ചെയ്യാം. എനിക്കൊരു പല്ല് റൂട്ട് കനാലേ ഒരു ക്ലിനിക്കിൽ നിന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ആ ക്ലിനിക്കിലെ സിറ്റുവേഷൻ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇവിടുത്തെ ക്വാളിറ്റി ഒക്കെ ഒന്ന് നോക്കിയ ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഞാൻ ഈ പറയണത് എല്ലാവരും ചെയ്യണമെന്നല്ല, എപ്പോഴും പ്രാക്ടിക്കലോ, പക്ഷേ പുള്ളി ചെയ്ത കാര്യം എനിക്ക് പുള്ളിയോട് ബഹുമാനിക്കാനുള്ള കാര്യം. ഞാൻ പുള്ളിയെ വിളിച്ചുകൊണ്ട് അകത്ത് പോയിട്ട് സമയമുണ്ടായിരുന്നു. ബി ക്ലാസ് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബി ക്ലാസ് ഓട്ടോക്ലേവ്. ഈ സാധനം അവിടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു കൊടുത്തു. ഇതിനകത്ത് ഓരോ ഇൻസ്ട്രുമെൻറ്റും നമ്മൾ പൗച്ച് ചെയ്ത ശേഷം ഓട്ടോക്ലേവ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇത് ഓട്ടോക്ലേവ്ഡ് ആണോ അല്ലയോ എന്ന്. ഇതിനെക്കുറിച്ച് പുള്ളിക്കാരന് പറഞ്ഞു കൊടുത്തു. ഓരോ ഇൻസ്ട്രുമെൻറ്റും അതിനുശേഷം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓരോ പേഷ്യൻ്റ് വരുമ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതും, എക്സ്റേ എടുക്കുന്ന സമയത്ത് ആ സെൻസർ എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതും സ്ലീവിനകത്തിട്ട് യൂസ് ചെയ്യുന്നതെന്നും കാണിച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു, എനിക്ക് ഒരു സമയത്ത് ആ സമയത്ത് വേറെ ഒരു പേഷ്യൻ്റ് ക്ലിനിക്കിൽ ഉണ്ടാവാൻ പാടില്ല, എനിക്ക് മാത്രം ട്രീറ്റ്മെൻറ്റ് വേണം. ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ സാർ ചെയ്യേണ്ടത് ഒരു അപ്പോയിൻമെൻറ്റ് ഇല്ലാത്ത ദിവസം നോക്കി വരിക, അല്ലെങ്കിൽ സാറിന് ഇന്ന ദിവസം അപ്പോയിൻമെൻറ്റ് ഉണ്ട്, ആ ദിവസം പേഷ്യൻ്റ് ആയാലും അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ സാറിനെ വിളിച്ചു പറയും, സാറിന് അന്ന് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് മാറ്റാം, അതിനുള്ള കോമ്പൻസേഷൻ തന്നത്. പുള്ളി പറഞ്ഞു അതും ഓക്കെ, പക്ഷേ ഒരിക്കലും അങ്ങനെ വാങ്ങിയിട്ടില്ല. പുള്ളി അപ്പോൾ രാവിലെ 10 മണിയാകുമ്പോൾ ക്ലിനിക്കിൽ വരും, കറക്റ്റ് ടൈമിൽ, കറക്റ്റ് 10 മണി എന്ന് പറഞ്ഞാൽ 9:59 പുള്ളി അകത്ത് കയറിയിരിക്കും, കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യും, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. പുള്ളി അവസാനം 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ക്ലിനിക്കിൽ നിന്ന് പോയത്. ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? No. ഇല്ല. പുള്ളിയുടെ ഹെൽത്തിൽ അത്രയും കെയർഫുൾ ആയതുകൊണ്ട് ഐഡിയലി പറഞ്ഞാൽ ഇതാ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഡെൻറ്റിസ്റ്റ് എത്ര ക്വാളിഫൈഡ് ആണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനോട് ചോദിച്ചേ പറ്റത്തുള്ളൂ. മുഖത്ത് നോക്കി ചോദിക്കാം, ഡോക്ടറെ ഇവിടെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഡെൻ്റൽ I ട്രീറ്റ്മെൻറ്റ് think notch first thing that we have to check is hygiene. അല്ലേ? ഹൈജീൻ ചെക്ക് ചെയ്യുക, അത് തന്നെയാണ് ഫസ്റ്റ്. നിങ്ങളൊരു ക്ലിനിക്കിൽ ചെല്ലുന്ന ദിവസം തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റ് നിങ്ങളെ അനലൈസ് ചെയ്യും, നിങ്ങളുടെ പ്രശ്നം എന്താണ്. ആ ദിവസമാണ് നിങ്ങൾ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ അനലൈസ് ചെയ്യേണ്ടത്. ഈ ഡെൻറ്റിസ്റ്റ് എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇന്നലെ ക്ലിനിക്കിൽ രാത്രി 7:30 ആയപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ ഒരു കൊച്ചു കുട്ടിയും കൊണ്ട് വന്നിരുന്നു. അവളുടെ വായിൽ ഒരു പല്ല് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അതുവരെ അവർ കോട്ടയത്ത് ഒരു ക്ലിനിക്ക് കാണിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് താഴത്തെ പല്ല് മുകളത്തെ പല്ലും കൂടി ഇങ്ങനെ ക്രോസ് ബൈറ്റിലായിപ്പോയി. പല്ലെടുക്കാൻ ഒരുപാട് വൈകി. അവർ പല്ല് ആടുന്നവരെ കാത്തിരുന്നു. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ പ്രശ്നം മയോ ഫങ്ഷണൽ അപ്ലയൻസ് പോലുള്ള അപ്ലയൻസുകൾ ഇടേണ്ട സിറ്റുവേഷനാണ്. കാരണം ആ കുഞ്ഞ് പല്ലെടുക്കാൻ ഒരുപാട് വൈകിയത് കൊണ്ട് അവൻ്റെ പല്ല് ആവശ്യമില്ലാത്ത ഡയറക്ഷനിലൊക്കെ വളർന്നിറങ്ങി. If I may ask, എന്തുകൊണ്ടാണ് വൈകിയത്? വൈകിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടൂത്ത് ഇറപ്ഷൻ ചാർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓരോ പ്രായത്തിലും ഏതൊക്കെ പല്ല് പുറത്ത് വരും, ഏതൊക്കെ പല്ല് കൊഴിഞ്ഞു പോകും. ഇതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ ഈ പല്ല് പോയില്ലെങ്കിൽ നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകും. ഇപ്പോൾ യൂഷ്വലി എൻ്റെ ക്ലിനിക്കിൽ കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരു പല്ല് കൊഴിഞ്ഞു പോകേണ്ടത് വൈകി അവിടെ വരേണ്ട പല്ല് ചരിഞ്ഞ് പുറത്തോട്ടോ അകത്തോട്ടോ ഇറങ്ങി വരുന്ന സമയത്ത് പേരൻസ് കാണും, അയ്യോ ഇത് ഇതിലേക്കൂടെ ഇറങ്ങി വന്നാൽ ഇപ്പോൾ പോയി എടുക്കാം. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വരേണ്ട പല്ല് അവിടെ വരാൻ ഒരു 2 വർഷത്തിൽ കൂടുതലൊക്കെ ഡിലേ ആകുമ്പോഴത്തേനും ഡെൻറ്റിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിക്കും. കുഞ്ഞുങ്ങളുടെ പല്ല് പ്രോപ്പർ പ്രായത്തിൽ എറപ്റ്റ് ചെയ്ത് വന്നില്ലെങ്കിലോ ഒരുപാട് വൈകിപ്പോയാലോ ഒരേ പ്രശ്നമാണ്, ക്രൂക്കറ്റ് ടൂത്ത് ആയിപ്പോവും, പിന്നെ കമ്പി ഇടേണ്ട സിറ്റുവേഷൻ ആയിപ്പോവും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പല്ലിൽ ഫസ്റ്റ് ഇറപ്റ്റ് ചെയ്യുമ്പം തന്നെ ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുക. എവറി 3 months ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുക, പ്രോപ്പറായിട്ടാണോ പല്ല്. കുഞ്ഞുങ്ങൾക്ക്. ഓഫ് കോഴ്സ്. അഡൾട്ട്സിന് ഒരു 6 months കൂടും. അഡൽട്സിൽ 6 months. കുഞ്ഞുങ്ങളിൽ നമ്മുടെ ആ ഇറപ്റ്റിംഗ് ഏജ് കുറച്ച് ലെസ്സാണ്. മറ്റേ നമ്മൾ റിവ്യൂ ആണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡെൻ്റൽ സംരക്ഷണം ചെയ്യുവാണോ, ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കമ്പി ഇടേണ്ട സിറ്റുവേഷൻ പോലും ചിലപ്പോൾ വേണ്ടി വരില്ല. അതായത് ഒരു 6 by 6 എന്ന് പറഞ്ഞൊരു സേയിങ് ഉണ്ട്. അതായത് ചില ഹാബിറ്റ്സ്, മൗത്ത് ബ്രീത്തിങ്, ടങ് ത്രസ്റ്റിങ്, നെയിൽ ബൈറ്റിങ്, ലിപ്പ് ബൈറ്റിങ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു 6 yearsനുള്ളിൽ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഓറൽ ഭാഗത്തുള്ള, അതായത് വായുമായി ബന്ധപ്പെട്ട ഭാഗത്തുള്ള മസിൽസിനും മോണയ്ക്കും പ്രോപ്പർ ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ ഓറൽ മാത്രമല്ല, നമ്മളുടെ ഓറൽ ഹെൽത്തും
ഓറൽ പ്രാക്ടീസസും പലതരത്തിലും ന്യൂറോളജിക്കലും സൈക്കോളജിക്കലുമായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസിന് വരെ കാരണമാവുന്നുണ്ട്. അതെ. ഫോർ എക്സാമ്പിൾ നെയിൽ ബൈറ്റിംഗ് ക്യാൻ ആക്ച്വലി കോസ് മെനി ന്യൂറോളജിക്കൽ ഡാമേജസ്, ഇയറിംഗ് അല്ലേ? അപ്പം അതെങ്ങനെ TNC പ്രോബ്ലം നമ്മുടെ ഇവിടുത്തെ ജോയിന്റ് പ്രശ്നം ഉണ്ടാവാം. അതായത് നമ്മൾ നെയിൽ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ താടിയിൽ മുമ്പിലോട്ട് ചരിച്ചു വെച്ച് ഇങ്ങനെ നേരെ വെച്ചല്ലേ ചരിച്ചു വെച്ചിട്ട് കടിക്കുക. അപ്പം നമ്മുടെ ഈ ജോയിന്റ് എപ്പോഴും സ്ട്രെസ്സിലായിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ എന്താ പറയുക, ഒരു ലൂബ്രിക്കേറ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട് നമ്മുടെ ഇയർ ലോബ്സ് അല്ലല്ല നമ്മളുടെ താഴത്തെ താടിയിലും മുകളിലത്തെ താടിയിലും ഇടയ്ക്ക് ചെറിയൊരു കാർട്ടിലേജ് ഉണ്ട്, തരുണാസ്ഥി. ഇതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രിക്ഷൻ ഇല്ലാതെ സൂക്ഷിക്കുന്നത്. ഇത് നമ്മൾ സ്ഥിരം ഇങ്ങനെ ചരിച്ചു വെച്ച് കടിക്കുന്ന സമയത്ത് ഇതിന് തേയ്മാനം വരും, നമ്മുടെ ഇവിടുത്തെ ജോയിൻറ്റിന് പെയിൻ വരികയും തലവേദന വരികയും ചെയ്യാം, ചെവി വേദന വരാം. ആ ചെവി വേദന വരുന്ന ഇവിടുത്തെ ജോയിൻറ്റിനുള്ള തേയ്മാനം കാരണം വരുന്ന പെയിനാണ്. നെയിൽ ബൈറ്റിങ് കാരണം ഉണ്ടാകുന്നത്. മൗത്ത് ബ്രീത്തിങ് കാരണം നമ്മളുടെ മൂക്കിലൂടെ ശ്വസിക്കേണ്ട ഒരാൾ വായിലൂടെ സ്ഥിരമായിട്ട് ശ്വസിക്കുമ്പോൾ വായ്ക്കകത്ത് പെട്ടെന്ന് ഡ്രൈ ആവുന്നതും പല്ല് കേടാവും. റിക്കറൻ്റ് ആയിട്ട് സൈനസ് ഇൻഫെക്ഷൻസും ലങ് ഇൻഫെക്ഷൻസും ഉണ്ടാവാം. ബിക്കോസ് ദീസ് ആർ ഓൾ വെരി ഇൻട്രസ്റ്റിംഗ്ലി കണക്റ്റഡ്. ബിക്കോസ് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇപ്പം ഇച്ചിരി സൈക്കാട്രി റിലേറ്റഡ് കുറച്ച് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ കുറേ ച്യൂ ചെയ്യും, ബബിൾ ഗം വെച്ചിട്ടോ അല്ലാതെയോ ച്യൂവിങ് ടെൻഡൻസി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഒരു എക്സസൈസിന് വേണ്ടി ഇപ്പം ഈ ഒരു ഫേഷ്യൽ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. സോ ഒരേ എക്സസൈസ് വെൻ യു കം ടു ഓറൽ ഹെൽത്ത് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. കാരണം ഒരേ സാധനം ക്യാൻ ബി എ സൈക്കാട്രിക് ഇഷ്യൂ, ക്യാൻ ബി എ ഗുഡ് ടൂൾ ഫോർ യുവർ ഫേഷ്യൽ ഫാറ്റ് ലോസ്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണെന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ളത്. ഈ ച്യൂയിങ് ഇസ് ഗുഡ് എന്ന് പറയുമ്പോൾ തന്നെ ഐ എം നോട്ട് വെരി ഷുവർ വെദർ നമ്മളുടെ ഒരു ബബിൾ ഗം പോലുള്ള അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ ച്യൂയിങ് ഗംസ് ഇല്ലേ, അതൊക്കെ ച്യൂ ചെയ്യുന്നതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എത്രത്തോളം നല്ലതാണെന്നുള്ളത് ഐ വാസ് വണ്ടറിങ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾക്ക് ബേസിക്കലി ച്യൂയിങ് കുറഞ്ഞതുകൊണ്ട് ജോ സൈസ് ഒക്കെ കുറയുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം നമ്മൾ 24/7 ച്യൂയിങ്ങും ചവച്ച് കിടക്കണമെന്നല്ല. ച്യൂയിങ് ഈസ് ഗുഡ് ഇൻ എ വേ. ലൈക്ക് നമ്മുടെ വായിലെ സലൈവ പ്രൊഡക്ഷൻ, നമ്മുടെ വായിൽ ഇപ്പോൾ എന്ത് ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ സലൈവ ഉണ്ടാവും. ഈ സലൈവയാണ് നമ്മുടെ പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ ക്ലീൻ ആക്കുന്നതും പല്ലിനകത്തുള്ള എന്താ പറയുക അണുക്കളെയൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സലൈവയാണ്. അപ്പോൾ നിങ്ങൾ ച്യൂയിങ് ചവയ്ക്കുന്ന സമയത്ത് സലൈവേഷൻ ഉണ്ടാവും, ഗംസൊക്കെ ഹെൽത്തി ആയിട്ട് നിൽക്കും. ഒരു രീതിയിൽ ച്യൂയിങ് നല്ലതാണ്. എന്നാൽ ഒരാൾക്ക് ച്യൂയിങ്കം അങ്ങ് അഡിക്ഷൻ ആയി എന്ന് വിചാരിച്ചു. ഒരാൾ രാവിലെ എണീറ്റു പുറത്തോട്ട് പോകുന്നു, വണ്ടി എടുക്കുന്നു, ആ സമയത്ത് ഒരു ച്യൂയിങ്ങം ചവയ്ക്കുന്നു, ഇത് തുപ്പിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അടുത്ത് ചവയ്ക്കുന്നു. അപ്പോൾ അത് ഓവർ യൂസാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ പല്ലിൻ്റെ മുകളിലുള്ള ഇനാമലിന് മുകളിൽ ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് എന്ന് പറഞ്ഞ ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഇതിനകത്തോട്ട് ഭക്ഷണം എന്ത് ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ വായ ആസിഡിക് ആവും. അതായത് നമ്മുടെ വായിലേക്ക് ഭക്ഷണം ചെല്ലുന്ന സമയത്ത് വായ ആസിഡിക് ആവും ദഹനത്തിന് സഹായിക്കാൻ. അപ്പം എന്ത് ഭക്ഷണം വായിലോട്ട് ചെല്ലുന്നോ അപ്പോൾ ആസിഡിക് ആവും, അത് കഴിഞ്ഞിട്ട് അത് നോർമൽ pHലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഒരാൾ റിക്കറൻ്റ് ആയിട്ട് ച്യൂയിങ്ങും ചവച്ചുകൊണ്ട് നമ്മളുടെ വായിലുള്ള പല്ലുകളുടെ ചുറ്റും എപ്പോഴും അസിഡിക് സിറ്റുവേഷൻ ആയിരിക്കും നിൽക്കുന്നത്. നമ്മളുടെ ഈ ഹോളിസ്റ്റിക് അപ്രോച്ചിനകത്ത് ഒരു മെയിൻ സാധനം നമ്മളുടെ ബോഡിയിലുള്ള പല്ലിനകത്ത് റീമിനറലൈസേഷൻ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നുള്ളതാണ്. അപ്പം കേട് വന്നു കഴിഞ്ഞാൽ അതിനെ റിവേഴ്സിബിൾ ആക്കാൻ, ചെറിയ കേടൊക്കെ ആണെങ്കിൽ അതിനെ റിവേഴ്സിബിൾ ആക്കാൻ പറ്റുന്ന, അതായത് പല്ലടയ്ക്കാതെ തന്നെ റിവേഴ്സിബിൾ ആക്കാൻ പറ്റുമെന്നുള്ളൊരു മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഹോളിസ്റ്റിക് അപ്രോച്ചിൽ. സെൽഫ് ഹീലിംഗ് പോലെ ബോഡി ഹീൽസ് ബൈ നമ്മൾ കാൽസ്യം ഫോസ്ഫേറ്റ് ഒക്കെ അടങ്ങിയ പേസ്റ്റും അതുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലൂറൈഡ് പേസ്റ്റിന് പകരം ഈ പറയുന്ന ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് വരുന്ന പേസ്റ്റുകളുണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ റിവേഴ്സിബിൾ ആക്കാൻ പറ്റുമെന്നാണ് അവർ പറയണത്. അപ്പം ചോദിച്ച ചോദ്യം, ഒരുപാട് ച്യൂയിങ്ങും ചവയ്ക്കുമ്പോൾ നമ്മളുടെ പല്ലുകളുടെ ചുറ്റുമുള്ള സലൈവ അത്രയും നേരം അസിഡിക് ആയിട്ട് നിൽക്കും. അത്രയും നേരം നമ്മുടെ പല്ലുകൾ തമ്മിൽ പ്രോപ്പറായിട്ട് ഫ്രിക്ഷൻ വന്നുകൊണ്ടിരിക്കും. ഇത് ചവയ്ക്കുമ്പോൾ പല്ലിൻ്റെ മുകളിൽ തേയ്മാനം ഉണ്ടാവാം, പല്ലുകൾക്ക് പുളിപ്പുണ്ടാവാം, റിക്കറൻ്റ് ആയിട്ട് ച്യൂയിങ്ങും ചവച്ചാൽ. വാട്ട് ഐ എം ആസ്കിങ് ഇസ് റൂട്ടീനായിട്ട് എല്ലാ ദിവസവും ഫോർ ഫേഷ്യൽ മസിൽസിന് വേണ്ടിയിട്ട് ടോണിങ്ങിന് വേണ്ടിയിട്ട് ച്യൂയിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇസ് ഇറ്റ് ഗുഡ്? ഒരു സാധനവും ഓവറായി കഴിഞ്ഞാൽ അല്ല, ആസ് എൻ എക്സസൈസ് അതാണ് ഞാൻ ചോദിക്കുന്നത്. എക്സസൈസ് ആയിട്ട് ച്യൂയിങ്കം അല്ല ആക്ച്വലി അവർ ചവയ്ക്കാൻ പറയണത്. ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ സമയം എടുത്ത് കഴിക്കാൻ. നമ്മുടെ ഹോൾ ഗ്രെയിൻ ഫുഡും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഹാഫ് കുക്ക്ഡ് ആയിട്ടൊക്കെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഏറ്റവും നല്ല എക്സസൈസ്. No, another question that just popped up is നമുക്കിപ്പോൾ chewing gum is obviously not a good alternative because of the content and everything. നമുക്ക് chewing ചെയ്യണം for any reason. What would be a good
ചോയ്സ്. നമുക്ക് കുറച്ച് നേരം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ്, നത്തിങ് എൽസ്. ഒരു സ്നാക്കാണ് എന്നുണ്ടെങ്കിലോ, എന്ത് സ്നാക്ക്? ക്ലോവ്സ് പോലെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ എന്തിനാണ് ഈ ക്ലോവ്സിനകത്തുള്ളത്? ക്ലോവ് ഓയിലാണ്. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഓയിലാണ്. ഇത് നമ്മുടെ ചിലർ പല്ലുവേദന എടുക്കുമ്പോൾ ഇതെടുത്ത് കടിക്കുന്ന സമയത്ത് ഇതിന്റെ ക്ലോവ് ഓയിൽ ഇറങ്ങി ചെന്നിട്ട് ആ നാടിയെ കരിച്ച് കളയുന്നതുകൊണ്ടാണ് നമുക്ക് വേദന തോന്നാത്തത്. അതിന്റെ ആവശ്യം നമ്മുടെ പല്ലിനില്ല. ആവശ്യമുള്ളത് ഫുഡാണ്. പണ്ടത്തെ ആൾക്കാരുടെ പല്ലിൽ അത് കേടൊന്നുമില്ല. നമ്മുടെ മ്യൂസിയത്തിലൊക്കെ പോയുമ്പോൾ അവിടുത്തെ ആ ജോസറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നോക്കിയാൽ കാണാം, അതൊക്കെ പല്ല് കേടാവാതിരിക്കുക. കാരണം അവർ ഇതേപോലത്തെ നല്ല ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്നോട് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പല്ല് കേടാവുന്നത് ചോക്ലേറ്റ് കാരണമാണോ അതോ വേറെ എന്തെങ്കിലും കാരണമാണോ എന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന ഒരു കാര്യം, ചോക്ലേറ്റിനേക്കാൾ ഉപരി ചിപ്സ് കഴിക്കുന്ന കുട്ടികളിൽ, നമ്മുടെ ക്രാക്കേഴ്സ് കഴിക്കുന്ന കുട്ടികളിൽ, ബിസ്ക്കറ്റ് കഴിക്കുന്ന കുട്ടികളിൽ പെട്ടെന്ന് പല്ല് കേടാവും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഫ്ലോറ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളായി പറഞ്ഞെല്ലാം പൊടി, അതായത് ധാന്യം പൊടികൾ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ഇതകത്തോട്ട് ചവച്ചരങ്ങും പല്ലിനകത്തെല്ലാം ഇതിൻ്റെ കയറിയിരിക്കും. ചോക്ലേറ്റിനേക്കാളും കൂടുതൽ കയറിയിരിക്കുന്നത് ഈ പറയുന്ന ക്രീം ബിസ്ക്കറ്റുകളും നോർമൽ ബിസ്ക്കറ്റുകളും ഒക്കെയാണ്. പിന്നെ പണ്ട് അവർ ബ്രഷ് ചെയ്യാതിരുന്നതിൻ്റെ ഒരു കാര്യം, അവർ ഈ ഹോൾ മീറ്റും വെജിറ്റബിൾസും ഒക്കെ റോ ആയിട്ട് കഴിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീനിങ് നടക്കുമായിരുന്നു. അന്ന് ആർക്കും ഫ്ലോസ് പോലും ചെയ്യേണ്ടി വന്നില്ല. ഇപ്പം എന്തുകൊണ്ട് എല്ലാ ഡെൻറ്റിസ്റ്റുകളും ഫ്ലോസിങ്ങും ബ്രഷിങ്ങും നിർബന്ധമായിട്ട് പറയുന്നത് വെച്ചാൽ, എല്ലാവരും നേരത്തെ പറഞ്ഞാൽ പൊടിച്ച റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത് പല്ലിനിടെ കയറിയിരിക്കും. ഇത് പോകണമെങ്കിൽ ഫ്ലോസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോസിങ് വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്ക് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ്, വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ഈ ഒരു ജനറേഷണൽ ചേഞ്ച് ഇൻ ഫുഡ് ഹാബിറ്റ്സ്, ച്യൂയിങ് ഹാബിറ്റ്സ്, ഫുഡ് ചോയ്സസ് വരുമ്പോൾ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ജസ്റ്റ് എൻ ഒബ്സർവേഷൻ, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് മേക്ക് സെൻസ്. അതായത് ഇപ്പോൾ നമ്മളുടെ ആക്ടേഴ്സിനെ തന്നെ എടുത്ത് നോക്കിയാൽ, ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെ ഒരു ടിപ്പിക്കൽ മലയാളി ഇൻ ഹിസ് 30s ഓർ ലേറ്റ് 30s ഒരു 10 വർഷമോ അല്ലെങ്കിൽ ഒരു 20-30 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ഒരു ഫ്രെയിമുണ്ട്. ഫേസിൻ്റെ ഫ്രെയിം, ബോഡീൻ്റെ ഫ്രെയിം പോട്ടെ, ഫേഷ്യൽ ഫ്രെയിമുണ്ട്. ദാറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു 30s ആൾക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ദേ ലുക്ക് ലൈക്ക് 20s. 20s ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ സ്കൂൾ കിഡ്സ് പോലെ തോന്നും. ഇത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എത്ര ഫാറ്റ് ആണെന്നോ എത്ര സ്ലിം ആണെന്നോ ഒന്നും ഉള്ളതല്ല. ഫീച്ചേഴ്സ്, സ്പെഷ്യലി ഫേഷ്യൽ ഫീച്ചേഴ്സ്, അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മാൻലിനെസ് എന്നോ ഒരു എത്ര ഫെമിനിൻ ആണ്, എത്ര വുമൺലി ഒരു ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ, ഐ തിങ്ക് ദിസ് കുഡ് ബി എ മേജർ ഫാക്ടർ അല്ലേ? നമ്മുടെ ഈ ജോബോൺസിൻ്റെ പ്ലേസ്മെൻറ്റും ഫേസിലുള്ള ഒരു ഈ പറയുന്ന ഏർലി മാൻ എന്ന് പറയുന്ന ഒരു സമയം തൊട്ട് ഇതുവരെയുള്ള മനുഷ്യൻ്റെ മുഖത്തിൻ്റെ ഘടകങ്ങൾ, ശരീരത്തിൻ്റെ ഘടകങ്ങളിൽ വരുന്നൊരു മാറ്റത്തിൽ കഴിഞ്ഞൊരു 30 വർഷം ഡിഫറൻസ് നമ്മൾ നോക്കിയാൽ പോലും സിനിമയിൽ, രണ്ടുപേർക്കും അറിയാവുന്ന സിനിമയിൽ അപ്പോൾ ഉള്ള ഒരു ആക്ടേഴ്സ് 30s ഇപ്പോൾ ഉള്ള ആക്ടേഴ്സ് 30s തമ്മിലുള്ള ഘടനയിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. കുഡ് ദാറ്റ് ഓൾസോ ബി എ റീസൺ? ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫുഡ് ഇൻടേക്ക് മാറിയതും വേ ഓഫ് ച്യൂയിങ് മാറിയതും അതൊരു റീസൺ ആയവാൻ നമുക്കൊരിക്കലും ആക്ടേഴ്സിന്റെ കാര്യം വെച്ചിട്ട് അല്ല, നോർമൽ മാൻ ആക്ടേഴ്സിന്റെ രണ്ടുപേരുടെയും കാര്യം നോക്കിയാൽ പോലും ഞാൻ പറയാണ്, നമ്മളുടെ പാരൻസ് 30s ഉള്ളത് പോലെയല്ല നമ്മൾ 30s ഉള്ളത്. നമ്മളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, ഘടന, അതാണ് ഞാൻ പറയണത്. കുഡ് ദാറ്റ് ബി എ റീസൺ? ഒരു ഫുഡ് അല്ലേ, ഫുഡ് ഇൻടേക്കിൽ, ഫുഡ് ഹാബിറ്റ്സിൽ ഇപ്പം എൻ്റെ പേരൻസ് കഴിച്ചിരുന്ന ഭക്ഷണമല്ല ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ കഴിച്ചിരുന്ന ഭക്ഷണമല്ല എൻ്റെ കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചേഞ്ചസ് എന്തായാലും വരും. ഞാൻ അതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞതാണ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഐ ഫീൽ ദാറ്റ് ഈ ഒരു ഇപ്പോഴത്തെ ലഞ്ച് ബ്രേക്സ് എന്ന് പറയുന്നത് 5 minutes 10 minutes ആണ്. ബിക്കോസ് നമ്മളൊക്കെ 9 to 6 എന്ന് ഒരു കോർപ്പറേറ്റ് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 10 മിനിറ്റിൽ കഴിക്കാനുള്ള ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കുന്നു, അതല്ല റോൾസിലേക്ക് മാറുന്നു. ഒരു റാപ്പ് വാങ്ങിച്ചോ റോള് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും, സാലഡ്സ് ആണെങ്കിൽ പെട്ടെന്ന് കഴിയും. ബട്ട് മുന്നേ എന്ന് പറയുന്നത് എവറി ഓപ്പർച്യൂണിറ്റി ടു ഈറ്റ് ഇസ് എ കമ്മ്യൂണിറ്റി പരിപാടി, അല്ലാതെ നമ്മൾ പെട്ടെന്ന് കഴിക്കുക ഓടുക എന്നുള്ളൊരു കാര്യമേ ഇല്ല. ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയോ സമയമെടുത്ത് ച്യൂ ചെയ്ത്, ഇറ്റ്സ് എ വെരി എക്സ്ചേഞ്ച് ഓഫ് എനർജീസ് ആണ്, ഹാപ്പിനെസ്, സ്റ്റോറീസ്. അപ്പോൾ അത് മാറിയതും ഇതിനൊരു വലിയ ഘടകമായിട്ട് തോന്നുന്നുണ്ട്. യെസ്, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ ചിലപ്പം ഫോണിൽ നോക്കിക്കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇരുന്ന് കഴിക്കും, നമ്മൾ ആ ജോലിക്ക് വേണ്ടി പോകും. പക്ഷെ നമ്മളൊരു
ഒരു വലിയ ഫാമിലിയോട് കൂടി നിന്ന് കഴിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. നമ്മൾ കുറേ മീൽസ് ഉണ്ടാവും, കുറേ ഐറ്റംസ് ഉണ്ടാവും കഴിക്കാൻ. നമ്മളിത് ഷെയർ ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിക്കുമ്പം എല്ലാവരും ഭക്ഷണം എൻജോയ് ചെയ്ത് കഴിക്കും. ചിലപ്പോൾ അച്ഛൻ പറയും, ഇതിന് ഉപ്പ് കുറവാണല്ലോ, അപ്പോൾ അമ്മ വന്ന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും. വേറൊരാൾ ഈ കാര്യം നല്ലതാണെന്ന് പറഞ്ഞാൽ എന്നാൽ ഞാനതൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയമെടുത്ത് ചവച്ച് കഴിക്കും. ചവച്ച് കഴിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളുടെ പല്ലുകൾ വെച്ച്, അണപ്പല്ലുകൾ വെച്ച് സലൈവയായിട്ട് ചേർത്ത് എത്ര നന്നായി ചവയ്ക്കുന്നോ അത്രയ്ക്ക് നന്നായിട്ട് ദഹനം നടക്കും, അത്രയും പോഷകാഹാരങ്ങൾ നമ്മൾ കിട്ടും. ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ക്ലിനിക്ക് വന്നിട്ട് മുമ്പിലത്തെ ഒരു പല്ല് പോകുമ്പോൾ അത് വെക്കാൻ വേണ്ടി വരും, പക്ഷെ അവരുടെ പുറകിൽ പല്ലൊന്നും കാണത്തില്ല. ഇതിനകത്തൊരു 90% വരെ ഗ്യാസിനോട് ഗുളികയും കഴിക്കുന്നുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പിലത്തെ പല്ല് പോകുമ്പോൾ അത് ഈസ്തെറ്റിക് പ്രോബ്ലമായി പ്രശ്നമാണ്. ചിരിക്കുമ്പം കാണും. പുറകിലത്തെ പല്ല് പോകുമ്പോൾ പല്ലുവേനൊന്നും എടുത്ത് കളഞ്ഞ് വേറെ ബാക്കി ചവയ്ക്കാൻ പറ്റുന്നുണ്ട്. അവർ ആലോചിക്കാത്തത് അവർക്ക് 32 പല്ലുള്ളപ്പോൾ അവർ ചവച്ചിരുന്ന പോലെയല്ല 28 പല്ല് വരുമ്പോൾ. 16 പല്ല് വരുമ്പോൾ അങ്ങനെയല്ല, അവരുടെ ചവയ്ക്കുന്ന ക്വാളിറ്റി കുറഞ്ഞു. പക്ഷേ ഇത് അവർ ശ്രദ്ധിക്കുക, അവർ കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഉച്ചയും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത് ഇൻവേരിയന്റ്ലി നമ്മുടെ ഗട്ട് ഹെൽത്തിനെയും ഓവറോൾ ഹെൽത്തിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി. നമ്മൾ എത്ര നന്നായിട്ട് പല്ലുകളുടെ എടുത്തിട്ട് റീപ്ലേസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പല്ല് എടുക്കാതിരിക്കുന്നത്, അപ്പോൾ ചവയ്ക്കുന്ന ക്വാളിറ്റി കുറയും. അപ്പോൾ നമ്മുടെ ഭക്ഷണം സലൈവയായിട്ട് മിക്സ് ആവുന്നത് കുറയും. ഈ ഫുഡ് ഉള്ളിലേക്ക് ചെല്ലും. അകത്ത് ചെല്ലുമ്പോൾ അയ്യോ മര്യാദയ്ക്ക് ചവച്ചരയ്ക്കാത്ത ഫുഡായതുകൊണ്ട് ഒരുവിധം അത് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതിന് കുറച്ച് സാധനം കിട്ടും, ബാക്കി പോകും. നമുക്ക് ആവശ്യമുള്ള ദഹനം നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം, വയറഴിച്ചിലുള്ള പ്രശ്നം, ഛർദ്ദിൽ പോലത്തുള്ള പ്രശ്നം, എപ്പോഴും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വയറഴിച്ചിലൊക്കെ ഉണ്ടാവാം. അങ്ങനെ വരുന്ന സമയത്ത് പല്ലുകളിൽ നിന്നാണ് ഇത് തുടങ്ങിയെന്ന് ആരും ആലോചിക്കത്തില്ല. അവരെന്തെങ്കിലും ഗ്യാസിനുള്ള ഗുളിക സ്ഥിരം കഴിക്കുന്നുണ്ടാവും. ഇൻവേരിയന്റ്ലി അപ്പോൾ ക്വാളിറ്റി ഓഫ് ച്യൂയിങ് ഇസ് എവറിത്തിങ്. യെസ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് നമ്മളൊരു ചിരിയിൽ നിന്ന് തന്നെ തുടങ്ങി ഒരു ചിരിയോടുകൂടി തന്നെ വിൽ എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഐ വാണ്ടഡ് ടു നോട്ട് ആസ്ക് യു ബട്ട് ടെൽ യു ഇസ് ദാറ്റ് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു പുട്ട് എ സ്മൈൽ ഓൺ സംവൺ. അപ്പോൾ ഹൗ ലക്കി ആയി എന്ന് ഞാൻ ആലോചിക്കും. നോട്ട് ജസ്റ്റ് ടു എവറി ഡെൻറ്റിസ്റ്റ് ടു ബി ഏബിൾ ടു ഡു എ പ്രൊഫഷൻ വിച്ച് ഹെൽപ്സ് യു പുട്ട് എ സ്മൈൽ ഓൺ സംവൺ. സ്മൈൽ ഇസ് എവറിത്തിങ്. അപ്പോൾ ആ ചിരി ഓരോ ആൾക്കാരുടെ മുഖത്തും വെക്കാൻ പറ്റുക, അതിനൊരു ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ തിങ്. അപ്പം ഹൗ മച്ച് ഡു യു ലവ് പുട്ടിങ് സ്മൈൽസ് ഇൻ ടു ദ പീപ്പിൾ ഹു കം ടു മീറ്റ് യു? പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണെങ്കിലും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരാളാണ്. അതായത് ഇപ്പം നിങ്ങളുടെ മുമ്പിലോട്ട് ചിരിച്ചുകൊണ്ട് വരുന്ന ഒരാളെ ചിരിച്ചുകൊണ്ട് തിരിച്ചു വിടാൻ പറ്റണം. ഒരാൾ നിങ്ങളുടെ അടുത്ത് പല്ലുവേദനയായിട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് വരിക, ഇവരെ നമ്മൾ ചിരിപ്പിച്ച് തിരിച്ചു വിടണം. ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ആണെങ്കിൽ അവരുടെ വേദന മാറിയിട്ടുണ്ടെങ്കിൽ അവർ ചിരിച്ചു കൊണ്ടുപോകും. അവർ ഹാപ്പി ആയിട്ട് നമ്മുടെ അടുത്ത് വന്നു ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മോശമാണെങ്കിൽ അവർ വിഷമിച്ചു പോകും. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഞാൻ എത്ര ലക്കിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MBBS കിട്ടാതെ BDSൽ പോയിട്ട് ഞാൻ എടുത്ത പ്രൊഫഷൻ സ്മൈലുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ എനിക്ക് ചിരിച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. ഈവൻ ദോ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഒരുപാട് പ്രശ്നം, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും, എൻ്റെ ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും, അങ്ങനത്തെ കുറച്ച് കോംപ്രമൈസസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിലും ആസ് എ ഡെൻറ്റിസ്റ്റ് ഞാൻ എല്ലാ ദിവസവും ചിരിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. വെരി സാറ്റിസ്ഫൈഡ് അബൌട്ട് ദാറ്റ്. ഓൺ ദാറ്റ് നോട്ട് ചിരിച്ചുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു.